Let's see one problem in the analysis of frames using slope deflection method. So this is our question. Analyze the frame shown in figure and draw the bending moment diagram. So ഈ ഒരു ഫ്രെയിം sway ഉള്ളതാണോ sway ഇല്ലാത്തതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ we need to remember the cases or the conditions in which sway is not possible. Sway ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ലോഡ് സിമെട്രി വിത്ത് വെർട്ടിക്കൽ ആക്സിസ് ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ സ്വേ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. പക്ഷേ ഇവിടെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ABCD എന്ന് പറയുന്ന ഫ്രെയിമിൽ നമുക്കറിയാം വെർട്ടിക്കൽ ആക്സിസ് സിമെട്രി ഇല്ല. ബിക്കോസ് ഇവിടെ ഈ മെമ്പർ 4 മീറ്റർ ആണ്, ഈ ഒരു കോളം 6 മീറ്റർ ആണ്. സോ വെർട്ടിക്കൽ ആക്സിസിൽ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ സിമെട്രിക് അല്ല. വലിയൊരു സ്വേ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹൊറിസോണ്ടൽ ലോഡ്സ് ഒന്നും നമ്മുടെ ഫ്രെയിമിൽ ആക്ട് ചെയ്യുന്നില്ല. ബട്ട് ദർ ഈസ് സ്വേ ടു എ സ്മോൾ എക്സ്റ്റെൻറ്റ്. സ്വേ പ്രിവെൻറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്ത വീഡിയോ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഫ്രെയിം ആ കേസസിലൊന്നും വരില്ല. ഇതിന് വെർട്ടിക്കൽ ആക്സിസ് സിമെട്രി ഇല്ല. ഇവിടെ 2i അപ്പോൾ അവിടെയും സിമെട്രി ഇല്ല. മാത്രമല്ല കോളം ഹൈറ്റ്സും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ലോഡ് ഒന്നും ആക്ട് ചെയ്യാണ്ട് തന്നെ നമുക്ക് സ്വേ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ ഒരു പ്രോബ്ലം. So whenever we get a frame to analyze, we need to understand if the frame is with or without sway. So let's go to the solution. Let delta be the sway as shown in figure. Since axial deformation is assumed negligible, both columns sway by same amount. Axial deformations are negligible. നമ്മൾ ഇനീഷ്യലി സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അസ്യൂം ചെയ്ത ഒരു കാര്യമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ രണ്ട് കോളത്തിൻ്റെയും സ്വേ സെയിം ആയിരിക്കും. ആൻഡ് ഹിയർ വി ടേക്ക് ഇറ്റ് ആസ് ഡെൽറ്റ. സോ ദിസ് ഈസ് അവർ ഫ്രെയിം വിത്ത് സ്വേ. So first of all, we have to, as usual, we have to calculate the fixed end moments. So for the frame, for the member AB, there's no load, so there's no fixed end moment. And for the member CD also, there's no load and there's no fixed end moment. So M of AB, M of BA, M of CD and M of DC is equal to 0. But here in the case of member BC, M of BC is equal to minus WL square by 12 and M of CB is equal to WL square by 12, W is equal to 40, L is equal to 6. So M of BC is equal to minus 40 into 6 square by 12 minus 120 kilonewton meter, and M of CB is equal to 120 kilonewton meter. So now we have to write the slope deflection equation for MAB, MBA, MBC, MCB, MCD and MDC. So before that we just see the joints once again. A is a fixed joint, so theta A is equal to 0. ഇവിടെ നമുക്ക് റൊട്ടേഷൻ പോസിബിൾ അല്ല. സോ തീറ്റ A is equal to 0. അതുപോലെ 0 ആവുന്നത് തീറ്റ D ആണ്. ബാക്കി ജോയിൻറ്റ് ബിയിലും ജോയിൻറ്റ് സിയിലും റൊട്ടേഷൻ 0 അല്ല. സോ തീറ്റ ബി ആൻഡ് തീറ്റ സി നോൺ സീറോ വാല്യൂസ് ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് നോക്കേണ്ടത്. ഇനി നമുക്ക് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതാം. MAB is equal to M of AB plus 2EI by length of AB into 2 theta A plus theta B minus 3 delta by 4. നമുക്ക് ഇവിടെ ഡെൽറ്റ ടേം ഉണ്ട് അല്ലേ? ജോയിൻറ്റ് ബി is having a deflection delta. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെൽറ്റ വാല്യൂ അതുപോലെ വെക്കണം. ഡെൽറ്റയും നമുക്ക് ഇവിടെ ഒരു അൺനോൺ ആണ് സ്വേ ഉള്ളത് കാരണം. So the next equation MBA is equal to M of BA plus 2EI by length of BA into theta A plus 2 theta B minus 3 delta by 4.
3 delta by n. And here also the delta value is there. Next is for the member BC. MBC is equal to M of BC, it is 120 plus 2E into 2I, because the flexural rigidity is 2EI. So 2E into 2I divided by length of BC is 6. So 6 into 2 theta B plus theta C minus delta term is 0, because നമ്മുടെ മെമ്പർ ബി സിക്ക് എന്തെങ്കിലും ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല, ഡിഫോർമേഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. അത് അതേപോലെ ഡിസ്പ്ലേസ് ആവുകയാണ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഓർ റൊട്ടേഷൻ. അതുകൊണ്ട് നമ്മുടെ ഫോർ മെമ്പർ ബി സി ഡെൽറ്റ വാല്യൂസ് 0. കോളത്തിന് മാത്രമാണ് ഇവിടെ സ്വേ ഉണ്ടായിട്ടുള്ളത്, ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുള്ളത്. സോ ബീമിൻ്റെ ഡെൽറ്റ വാല്യൂ 0 ആണ്. സോ എം ബി സി ഈസ് ഈക്വൽ ടു minus 120 plus 1.33 EI theta B plus 0.667 EI theta C. That is a final equation for MBC. And similarly MCB, M of CB plus 2E into 2I divided by length of CB into theta B plus 2 theta C minus again delta value 0. So delta term is 0. And finally the equation is 120 plus 0.667 EI theta B plus 1.133 EI theta C. Next is the equation for MCD. MCD is equal to M of CD, that is 0 plus 2E into 2I. 2I is the 2EI is the flexural rigidity of member CD. Length of CD is 6 into 2 theta C plus theta D minus 3 delta by 6. Again we can see here that the column CD is also having a sway at end C. So there is a delta value. So delta is also again an unknown, but here we know that theta D is equal to 0. Theta D fixed end aanu, so rotation must be 0. So next equation for MDC. MDC is equal to 0, that is M of DC plus 2EI, 2E into 2I divided by 6 theta C plus 2 theta D minus 3 delta by 6. Again theta C and delta are the unknowns. Let's write down the equilibrium equations. Okay, അപ്പം ഇവിടെ എവിടെയാണ് നമ്മുടെ joint moments 0 ആവേണ്ടത്? joint Bയിലും joint Cയിലുമാണ്. So MBA plus MBC is equal to 0. MCD plus MCD plus MCB is equal to 0. ഇത്രയാണ് നമ്മുടെ equilibrium equations എന്ന് പറയുന്നത്. So write down the equations for MBA, MBC, add them and equate it with 0. And similarly MCB and MCD equations are to be added and equated with 0. So now we have 3 unknowns and 2 equations. Appo obviously we need to have one more equation. Okay, ആ ഒരു മൂന്നാമത്തെ ഇക്വേഷൻ നമ്മൾക്ക് രണ്ട് ഇക്വേഷൻസേ ഇപ്പോൾ ഉള്ളൂ, പക്ഷെ 3 അൺനോൺസ് ഉണ്ട്. ആ ഒരു മൂന്നാമത്തെ ഇക്വേഷൻ എങ്ങനെയാണ് നമുക്ക് എന്ത് രീതിയിലുള്ള ഇക്വിലിബ്രിയം ആണ് കൺസിഡർ ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ഹിയർ വി നോ ദാറ്റ് മൊമെന്റ് അറ്റ് B is equal to MBA, here MAB, and C it is MCD and MDC. ഇതൊക്കെയാണ് മൊമെന്റ് വാല്യൂസ്. അപ്പോൾ നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ, if you take the free body diagram of both the columns alone, രണ്ട് കോളംസിൻ്റെ മാത്രം ഫ്രീ ബോഡി ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. ഇതാണ് എ ബി എന്ന് പറയുന്ന കോളത്തിന് മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്. ഇതൊക്കെയാണ്. എം എ ബി എന്ന് പറയുന്ന മൊമെൻ്റ് ഉണ്ട്, എം ബി എ എന്ന് പറയുന്ന മൊമെൻ്റ് ഉണ്ട്, എച്ച് എ എന്ന് പറയുന്ന ഹോറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ട്. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ഫ്രീ ബോഡി ഡയഗ്രാം എടുത്തു കഴിഞ്ഞാൽ, എ ബി എന്ന് പറയുന്ന കോളത്തിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഈ വരച്ചിരിക്കുന്ന ഡയറക്ഷൻസ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഡയറക്ഷനിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വാല്യൂ എവിടെയെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടൊക്കെ വരും. Now
ഈ ഫസ്റ്റ് കോളത്തിൽ എ ബി എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ ഇഫ് വി ടേക്ക് ദ മൊമെന്റ് അബൌട്ട് ബി ഈസ് ഈക്വൽ ടു 0, നമുക്കിവിടെ ബിയിലുള്ള മൊമെന്റ് ആണല്ലോ 0 ആയിട്ട് എടുക്കാൻ പറ്റുക. സോ എന്തൊക്കെ മൊമെന്റ്സ് ആണ് അവിടെ വരിക? എച്ച് എ ഇൻറ്റു 4, that is in the negative direction. So minus HA into 4 plus MAB plus MBA is equal to 0. നമുക്കറിയാം ഒരു പോയിന്റിൽ നമ്മൾ മൊമെന്റ് എടുക്കുന്ന സമയത്ത് ആ മെമ്പറിലുള്ള എല്ലാ മൊമെന്റ്സും കൺസിഡർ ചെയ്യണം. അത് കൂടാണ്ട് ഏതെങ്കിലും ഒരു ഫോഴ്സ് കൊണ്ട് ആ പോയിന്റിൽ ഉണ്ടാവുന്ന മൊമെന്റും കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം MAB എന്ന് പറയുന്ന മൊമെന്റ് ത്രൂ ഔട്ട് ദ മെമ്പർ ആക്ട് ചെയ്യുന്നുണ്ട്, MBA എന്ന് പറയുന്ന മൊമെന്റ് ത്രൂ ഔട്ട് ദ മെമ്പർ ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ജോയിന്റിൽ HA ഇൻറ്റു 4 എന്ന് പറയുന്ന നെഗറ്റീവ് മൊമെന്റും ആക്ട് ചെയ്യുന്നുണ്ട്. സോ HA ഇൻറ്റു മൈനസ് HA ഇൻറ്റു 4 പ്ലസ് MAB പ്ലസ് MBA ഇസ് ഈക്വൽ ടു 0. അതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്നത് HA is equal to MAB plus MBA divided by 4. ഇവിടെ MAB clockwise direction, MBA is also clockwise direction. So അത് രണ്ടും പോസിറ്റീവ് ആണ്. HA into 4 നെഗറ്റീവ് ആണ്. So minus HA into 4 plus MAB plus MBA is equal to 0 എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് HA is equal to MAB plus MBA divided by 4. And similarly, if you take the column CD, if you take the moment about C is equal to 0, C ലുള്ള moment ആണ് നമുക്ക് ഇവിടെ 0 ആയിട്ട് എടുക്കാൻ പറ്റുക. So if you take moment about C is equal to 0 minus HD into 6, height of this column CD is 6, so minus HD into 6 plus MDC plus MCD is equal to 0. അതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്നത് HD is equal to MCD plus MDC divided by 6. ഇതുകൊണ്ട് തന്നെയാണ് ജോയിന്റ് എയിലും ജോയിന്റ് ഡിയിലുള്ള വെർട്ടിക്കൽ റിയാക്ഷൻസ് നമ്മൾ എടുക്കാണ്ടിരുന്നത്. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. വെർട്ടിക്കൽ റിയാക്ഷൻ കൊണ്ട് മൊമെന്റ് ഒന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷൻ മൊമെന്റ് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ആ റിയാക്ഷൻ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ കാണിക്കാത്തത്, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ. Now we have the two reactions HA and HD. പക്ഷേ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്താണ്? ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മുടെ ഫ്രെയിമിൽ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് പോലും എക്സ്റ്റേണൽ ഫോഴ്സ് പോലും ആക്ട് ചെയ്യുന്നില്ല. ആകെ ഈ 40 kN/m എന്ന് പറയുന്ന വെർട്ടിക്കൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. സോ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഒന്നും ആക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനും കൂടെ എഴുതാം. Now considering the horizontal equilibrium of the frame, we get HA plus HD is equal to 0. So here HA is equal to MAB plus MBA by 4 plus MCD plus MDC divided by 6. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ഇക്വിലിബ്രിയം ഇക്വേഷൻ കിട്ടി. ഇതാണ് നമ്മുടെ അടുത്ത ഇക്വിലിബ്രിയം ഇക്വേഷൻ. If you substitute the values of MAB, MBA, MCD and MDC, നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ വഴി ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഫോം ചെയ്ത് വെച്ചിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we have one more equilibrium equation here, and now we have 3 equilibrium equations and 3 unknowns. ഏതൊക്കെയാണ് നമ്മുടെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ്? ഒന്ന് MBA plus MBC is equal to 0, അതിനകത്ത് നിന്ന് കിട്ടിയ ഇക്വിലിബ്രിയം ഇക്വേഷൻ. രണ്ടാമത്തത് MCB plus MCD is equal to 0, അതിൽ നിന്ന് കിട്ടിയ ഇക്വിലിബ്രിയം ഇക്വേഷൻ. അടുത്തത് HA plus HD is equal to 0, അതിൽ നിന്ന് കിട്ടിയ ഇക്വിലിബ്രിയം ഇക്വേഷൻ. ഇങ്ങനെ 3 equilibrium equations we have. And what are the 3 unknowns? Theta B, theta C and delta. അല്ലെങ്കിൽ EI theta B, EI theta C and EI delta. So 3 equations, 3 unknowns. നമുക്ക് കാൽക്കുലേറ്ററിൽ തന്നെ സോൾവ് ചെയ്യാം. നമ്മുടെ സമയം നമ്മൾ കളയാൻ പറ്റില്ല.
ഒന്ന് മറ്റൊന്നിൻ്റെ ടേംസിലേക്ക് മാറ്റിയിട്ടൊക്കെ രണ്ട് ഇക്വേഷൻസ് ആക്കി മാറ്റിയിട്ട് നമുക്ക് സോൾവ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ നമുക്ക് ഏറ്റവും എളുപ്പം കാൽക്കുലേറ്റർ മേ ബി യൂസ്ഡ് ടു സോൾവ് 3 simultaneous equations. So finally check the values. EI delta is equal to 23.842, EI theta c is equal to minus 60.127 and EI theta b is equal to 72.43. ഇത്രയാണ് നമ്മുടെ അൺനോൺസ് സോൾവ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അടുത്തതായിട്ട് നമുക്ക് അൺനോൺസിൻ്റെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് MAB, MBA, MBC, MCD ആൻഡ് MCB, MCD ആൻഡ് MDC കിട്ടും. നമ്മുടെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ കറക്റ്റ് ആവുകയും ചെയ്യണം. അതായത് MBA പ്ലസ് MBC ഷുഡ് ബി 0. 63.489 ആണെങ്കിൽ ഇത് മൈനസ് 63 ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ബട്ട് ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് നമ്മൾ ചെറിയ ചെറിയ വാല്യൂസ് എടുക്കുമ്പം ആ എറർ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടായ ഡിഫറൻസ് ആണ്. സോ ദാറ്റ് ഈസ് ഓക്കെ. അതുപോലെ ഇവിടെ MCB പ്ലസ് MCD ഷുഡ് ബി ഈക്വൽ ടു 0. സോ 88.162 കിലോ ന്യൂട്ടൺ മീറ്റർ മൈനസ് 88.162 കിലോ ന്യൂട്ടൺ മീറ്റർ, അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ മൊമെൻറ്റ് വാല്യൂസ് കിട്ടുന്നത്. നൗ വി ഹാവ് ടു ഡ്രോ ദ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ദാറ്റ് ഈസ് ആസ് യൂഷ്വൽ യു ക്യാൻ ഇൻകോപ്പറേറ്റ് ദ ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം വിത്ത് ദ എൻഡ് മൊമെൻറ്റ് വാല്യൂസ്. ഇവിടെ AB ആൻഡ് CD എന്ന് പറയുന്ന മെമ്പേഴ്സിലൊന്നും ഫ്രീ എൻഡ് മൊമെൻറ്റ് വാല്യൂസ് ഇല്ല. അതുപോലെ BC എന്ന് പറയുന്ന മെമ്പറിൻ്റെ എൻഡ് മൊമെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് WL²/8 ആണ്, ബിക്കോസ് ഇറ്റ് ഇസ് എ UDL. സോ ഇതാണ് നമ്മുടെ ഫ്രെയിം. അതിൻ്റെ എൻഡ് മൊമെൻറ്റ് വാല്യൂസ് മാർക്ക് ചെയ്യുക. ഓരോ ഇവിടെ 63.5, ഇവിടെ 63.5, 88.162. അപ്പോൾ ഇത് ജോയിൻ ചെയ്ത് വരക്കുക സ്ട്രെയിറ്റ് ആയിട്ട്. പിന്നെ അതുപോലെ -48, -27 അത് ജോയിൻ ചെയ്ത് വരക്കുക. So this is our final bending moment diagram incorporating the free moment diagram and the end moment values MAB, MBA, MBC, MCB, MCD, MDC. ഇത്രയും എൻഡ് മൊമെൻറ്റിൻ്റെ വാല്യൂസ് മാർക്ക് ചെയ്യുക. പിന്നെ അതുപോലെ ഫ്രീ മൊമെൻറ്റ് ഇവിടെ BC എന്ന് പറയുന്ന സ്പാനിന് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു WL²/8. സോ ദ മാക്സിമം ഓർഡിനേറ്റ് വിൽ ബി W into L²/8. 40 into 6²/8, 180. അതാണ് ഈ കാണിച്ചിരിക്കുന്ന മാക്സിമം ഓർഡിനേറ്റ് 180 എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. സോ വിത്ത് സ്വേ ഫ്രെയിം അതിനൊരു എക്സാമ്പിൾ പ്രോബ്ലം ആണ്.